ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരാ? പഞ്ചായത്ത് നിന്നാണേ. എന്റെ റബ്ബേ, നിങ്ങളെ കാത്തു നിൽക്കുന്ന 3 മാസമായി. നിങ്ങൾ എവിടെയാ ഒന്ന് ഇരുത്തുക? ഒരു കസേര പോലും ഇവിടെ ഇല്ല. സാരമില്ല, കുഴപ്പമില്ല. എന്റെ സാറ് എത്ര കൊതിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീടായി കിട്ടിയത്. വീട്ടു നമ്പർ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് ഒന്ന് എടുക്കായിരുന്നു. എന്നിട്ട് വേണം ഈലൊന്ന് സമാധാനത്തോടെ ഒന്ന് കേറി കിടക്കാന്. വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ഒരു വിധമൊക്കെ മുഴുവനും കടാ സാറേ. 5 ലക്ഷം ഉറുപ്പ്യുണ്ട് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്ക്. ആ കടമൊക്കെ തീർന്നിട്ട് വേണം ഈ നിലത്തിന്റെ പണിയൊന്ന് തുടങ്ങാൻ. ഇതിലൊരു പേപ്പറിന്റെ കുറവുണ്ടല്ലോ. അതെന്തെന്നാ? എല്ലാം തന്നതാണല്ലോ. ലേബർ സെസ് അടച്ചിട്ടില്ലല്ലോ. അതെന്തെന്നാ? ലേബർ സെസ് എന്ന് പറഞ്ഞാൽ തൊഴിൽ സെസ് ആണ്. ഈ വീടിന് ഏകദേശം 20 ലക്ഷം രൂപയാണ് ഗവൺമെന്റിന്റെ കണക്കിൽ ഉള്ളത്. ഇതിന്റെ 1% ഈ വീട് പണി ചെയ്ത തൊഴിലാളികൾക്കുള്ളതാണ്. അത് ഏകദേശം 20,000 രൂപ വരും. 20,000 ഉറുപ്പ്യ? 20,000 രൂപയും കൂടി അടച്ചാലേ വീട്ടു നമ്പർ കിട്ടുള്ളൂ. അല്ല, ഈ ലേബർ സെസ് എന്ന് പറയുന്ന 20,000 ഉറുപ്പ്യ ഈ വീടുണ്ടാക്കിയ തൊഴിലാളികൾക്കുള്ളല്ലേ? ആ, അതെ. ഹാവ്, എന്നാ കേട്ടോ. എന്റെ കെട്ടിയോനുണ്ടല്ലോ, ഈ കെട്ടിന്റെയും തേപ്പിന്റെയും ഒക്കെ പണിക്ക് പോകുന്ന ഒരു മേസ്തിരിയാണ്. ഞാനും എന്റെ കെട്ടിയോനാണ് ഈ വീടിന്റെ പകുതി മുക്കാ പണിയും എടുത്തത്. നിങ്ങളോ? മൂപ്പർക്ക് പണിയില്ലാത്ത ദിവസവും രാത്രിയൊക്കെയാണ് ഞാനിത് കെട്ടിയത്. ഞാൻ സിമെന്റ് കൊഴിച്ചെടുക്കും, മൂപ്പരത് കെട്ടും. 4 കൊല്ലം കൊണ്ടാണ് ഞാൻ ഈ കോലത്തിലാക്കിയത്. വാർപ്പിനും വയറിങ്ങിനും മാത്രമാണ് പുറത്തുനിന്ന് പണിക്കാരെ കൊണ്ടുവന്നിക്കുള്ളൂ. അതുകൊണ്ട് ഈ 20,000 ഉറുപ്പ്യ ഞാക്കുള്ളല്ലേ? വീട് ആര് പണിതാലും 20,000 രൂപ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അല്ലാതെ നിങ്ങൾക്ക് വീട്ടു നമ്പർ കിട്ടൂല കേട്ടോ. അന്നേരം ഇത് തൊഴിലാളികൾക്കുള്ളതല്ലേ? ഈ വീടിന്റെ പെർമിറ്റിന് 18,000 ഉറുപ്പ്യ പഞ്ചായത്തിലേക്ക് അടിച്ചത്. 200 ചാക്ക് സിമെന്റ് ഈ വീടിനെടുത്തേക്ക് അതിന് 18% നികുതി. പിന്നെ കമ്പിക്ക് നികുതി, കല്ലിന് നികുതി, പിന്നെ പറയണ്ട. ഈ നിലത്ത് കിടക്കുന്ന ആണിക്ക് പോലും 18-20% നികുതി നിങ്ങൾ വാങ്ങുന്നില്ലേ? എന്നാലോ കറണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് മണ്ണെണ്ണവർക്ക് കത്തിക്കാലോ എന്ന് വിചാരിച്ചാലോ വിഷം പിടിയാലോ അതും ഇല്ല. ഒരു വീടുണ്ടാക്കി കടം കയറി നിവൃത്തിയില്ലാണ്ട് വിഷം വാങ്ങാൻ ചെന്നാലോ അതിനും 18% നികുതി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ സർക്കാർ ജീവനക്കാരല്ലേ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. കുഴപ്പം തീർത്ത് ഈ പാവങ്ങൾക്കാ. നിങ്ങൾ ഈ ഫാനിൽ ഉപ്പ് കണ്ടിക്കോ? അതെന്തിനാന്നറിയോ? ഫാന് നോക്കാനല്ലേ? അല്ല, ഒരു സാരിന്റെ ഒരു തല അഴിമ കുടുക്കിയിട്ട് മറ്റേ തല കഴുത്തിലും കൂടി കുടുക്കാനുള്ളതാ അത്. അതിന് തച്ച വേണ്ടാലോ. നിങ്ങളെ ചോര കുടിച്ച് 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 നിങ്ങൾ ചേർക്ക്.